ഞാൻ ചോദിക്കുന്ന ഈ രാജ്മോഹൻ ഉണ്ണിത്താനും സിദ്ധരാമയ്യയും പോലുള്ള ആളുകൾ മിനിമം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ അസംബ്ലി ഈ ബില്ല് പാസ്സാക്കുമ്പോൾ കോൺഗ്രസിന്റെ 10-21 MLA-മാരുണ്ടല്ലോ, അവരാരും ഈ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടില്ലല്ലോ. ഏകകണ്ഠമായിട്ടല്ലേ പാസ്സാക്കിയത്. ബില്ലും പാസ്സാക്കി ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇത്തരമൊരു ആരോപണം ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് എന്ന് കരുതാൻ ന്യായമില്ല. സംഘപരിവാറിനെ പോലെ കേരളത്തിനെതിരായി വിദ്വേഷ പ്രചരണത്തിന് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുകയാണ് എന്ന് വേണം കാണാൻ. തമിഴ് കന്നഡ അതിന്റെ കാരണം നമുക്കറിയാം. ഇപ്പൊ യലഹങ്കയിൽ 300 വീടുകൾ ന്യൂനപക്ഷങ്ങളിലും അതുപോലെ ദളിതരുമായിട്ടുള്ള ആളുകളുടെ 300 വീടുകൾ ഇടിച്ച് ബുൾഡോസർ കൊണ്ട് ഇടിച്ച് തകർത്തപ്പോ അന്ന് കേരള മുഖ്യമന്ത്രി നടത്തിയ ഇടപെടലാണ് അവർക്ക് വീണ്ടും വീട് ഉറപ്പാക്കി കൊടുക്കാൻ കോൺഗ്രസ് ഗവൺമെന്റിനെ നിർബന്ധിതമാക്കിയത്. അതിന്റെ വിരോധമാണ്. ആ ഒളിച്ചിട്ട് ബുൾഡോസർ കൊണ്ട് ഇടിച്ച് നിരത്തി അങ്ങ് പോകാം എന്നാണ് കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റ് കരുതിയത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നടത്തിയ ഇടപെടൽ കൊണ്ട് ഗവൺമെന്റിന് ഇടപെടേണ്ടി വന്നു. കർണാടക ഗവൺമെന്റിന് മുട്ടുമടക്കേണ്ടി വന്നു. വീട് കൊടുക്കാം എന്ന് സമ്മതിക്കേണ്ടി വന്നു. അതിന്റെ പ്രതികാര ബുദ്ധിയാണ് എന്ന് വേണം കരുതാൻ.